സെക്സിയിൽ കണ്ടുവരുന്ന റീപ്രൊഡക്റ്റീവ് പിന്നെ മെത്തേഡ്സ് ആണെന്ന് നോക്കാൻ പോകുന്നത്. എന്ത് ആബ്സെൻ്റ് ആയിരിക്കും? റീപ്രൊഡക്ഷനിൽ നമ്മൾ എന്ത് മാത്രമേ പഠിക്കാനുള്ളൂ? വെജിറ്റേറ്റീവും സെക്ഷലും മാത്രമേ പഠിക്കാനുള്ളൂ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ വെജിറ്റേറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് 5 മെത്തേഡ്സ് ഉള്ളത്. ഒന്നാമത്തത് ഡെത്ത് ആൻഡ് ഡീക്കേ ഓഫ് ഓൾഡ് പോർഷൻ ഓഫ് ദ താലസ്. അതായത് പഴയ നമ്മളെ ഒരു താലസിൻ്റെ ഓൾഡർ ആയിട്ടുള്ള പോർഷൻസ് അല്ലെങ്കിൽ അതിങ്ങനെ പോകാനായത്, അത് ഏകദേശം ഡെത്തിലേക്ക് പോകാനായ ആൾക്കാർ എന്ത് ചെയ്യുന്നു? അത് മാറി ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയ ഓർഗാനിസം ആയിട്ട് മാറുന്നു. ഓക്കെ, പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ അഡ്വൻറ്റീഷ്യസ് ബ്രാഞ്ചസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പുതിയ പിന്നെ ഓർഗാനിസമായിട്ട് മാറുന്നുണ്ട്. എക്സ്ട്രാ ബ്രാഞ്ചസ്, അഡ്വൻറ്റേജസ് ആയിട്ടുള്ള ബ്രാഞ്ചസ് വന്നിട്ട് അത് ഒരു പുതിയ ഓർഗാനിസമായിട്ട് മാറാറുണ്ട്. പിന്നെ ബൈ പെർസിസ്റ്റന്റ് എപ്പിസിസ്, അതായത് മേലെയുള്ള എപ്പിക്കൽ റീജിയൻ ഒരു പെർസിസ്റ്റന്റ് ആയിട്ട് മാറി ഹാർംഫുൾ അല്ലെങ്കിൽ ഹാർഷ് കണ്ടീഷൻസ് വരുമ്പോൾ അത് മാത്രം സർവൈവ് ചെയ്തിട്ട് പുതിയൊരു ഓർഗാനിസമായിട്ട് മാറാറുണ്ട്. പിന്നെ ബൈ ട്യൂബേഴ്സ്. ഓക്കെ, അപ്പം ഈ ടിപ്പിലൊക്കെ ഒരു ട്യൂബർ ലൈക്ക് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ട്യൂബർ ഫോംസ് ട്യൂബ് ലൈക്ക് അല്ല, ട്യൂബർ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഫോംസ് a new organism when the harmful conditions are over. അതായത് അത് സർവൈവ് ചെയ്തിട്ട് ട്യൂബേഴ്സ് സർവൈവ് ചെയ്തിട്ട് അത് പിന്നെ പുതിയ ഓർഗാനിസം ആയിട്ട് മാറാറുണ്ട്. ഇവിടെ കാണിച്ചിട്ടുള്ള ഈ സെയിം സ്ട്രക്ചേഴ്സ്. ഓക്കെ, പിന്നെ ബൈ റൈസോയിഡ്സിൻ്റെ നമ്മൾ ജെമ്മ കപ്പ് ഫോം ചെയ്തിട്ട് അല്ലെങ്കിൽ ജെമ്മ ഫോം ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ റൈസോയിഡ്സ് പുതിയൊരു ഓർഗാനിസം ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ 5 മെത്തേഡ്സ് ആണ്. ബൈ ഡെത്ത് ആൻഡ് ഡീക്കേ ഓഫ് ഓൾഡ് പോർഷൻസ്, പിന്നെ അഡ്വൻറ്റീഷ്യസ് ബ്രാഞ്ചസ് വഴി ഫോം ചെയ്യുന്നുണ്ട്, പിന്നെ പെർസിസ്റ്റന്റ് എപ്പിസസ്, പിന്നെ അതുപോലെ ട്യൂബേഴ്സ്, പിന്നെ അതുപോലെ റൈസോയിഡ്സിൻ്റെ കേസിൽ ജെമ്മ ഫോർമേഷൻ ഉണ്ടെന്ന് ഓർത്തു വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഈ അഡ്വൻറ്റീഷ്യസ് ബ്രാഞ്ചസിൻ്റെ ഡയഗ്രാം കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ എക്സ്ട്രാ ഫോം ചെയ്യുന്ന അഡ്വൻറ്റേജസ് ബ്രാഞ്ചസ് ആണ് വിച്ച് ഡെവലപ്സ് ഇൻടു ന്യൂ ഇൻഡിവിജ്വൽ വെൻ ദി കണ്ടീഷൻ ഈസ് ഫേവറബിൾ. ഓക്കെ, ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് മെത്തേഡ് വിച്ച് സെക്ഷൽ റീപ്രൊഡക്ഷൻ. നമ്മൾ പ്രയോഫൈഷനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഊഗാമസ് ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? റെക്സിയൻ്റെ കേസിലും ഊഗാമസ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്, സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും? സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ മെയിൽ ആയിട്ടുള്ളത് ആന്ത്രീഡിയ, ഫീമെയിൽ ആയിട്ടുള്ളത് ആർക്കിഗോണിയ. ഓക്കെ, ആന്ത്രീഡിയ and Archegonia remain enclosed within antheridial and archegonial chambers. രണ്ട് ചേമ്പേഴ്സിന് അതിൻ്റെതായിട്ടുള്ള റിപ്രൊഡക്റ്റീവ് ചേമ്പേഴ്സ് ഉണ്ട്. ആന്ത്രീഡിയൽ ചേമ്പേഴ്സും ആർക്കിഗോണിയൽ ചേമ്പേഴ്സും അതിൻ്റെ അകത്താണ് ആരുണ്ടാവുക? ആന്ത്രീഡിയും ആർക്കിഗോണിയും ഉണ്ടാവുക. ആൻഡ് ഡെവലപ്പ് ഓൺ ദി ഡോർസൽ സർഫേസ് ഓഫ് താലസ്. അതായത് അപ്പർ മോസ്റ്റ് ഡോർസൽ സർഫേസ് ആകുമ്പോൾ ഫോട്ടോസ് ആ ഭാഗത്താണ് എന്തുണ്ടാവുക? നമ്മൾ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവുക. എന്തുകൊണ്ട്? ലോജിക്കലി ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടാണ് വെൻട്രൽ സർഫേസിലാണ് ഡോർസൽ സർഫേസിലുള്ളതെന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരിക്കും കാരണം? ഒബ്വിയസ്ലി കാരണം എന്താ? മെയിൽ ഗമീറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ആന്ത്രോസൂവോയിഡ്സ് വന്നിട്ട് പിന്നെ റിലീസ് ചെയ്യണമെങ്കിൽ വേണം അപ്പർ സോണിൽ മാത്രമേ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വാട്ടർ ഏറ്റവും പെട്ടെന്ന് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഏരിയ അപ്പർ സോണാണ്. അപ്പോൾ അവിടെ ആന്ത്രോസൂവോയിഡ്സ് റിലീസ് ചെയ്യണം. ഇനി വാട്ടറിൽ നമ്മൾ ആന്ത്രോസൂവോയിഡ്സ് പോകുമ്പോൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കിഗോണി വേണ്ടേ? ഇത് താഴെ വെച്ചിട്ട് കാര്യമുണ്ടോ? താഴെ ഭാഗത്ത് ആർക്കിഗോണി വെച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ മേൽഭാഗത്തേക്ക് ആണ് പൊസിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പെട്ടെന്ന് മഴ വരുന്ന സമയത്തേക്ക് ആന്ത്രോസൂവോയിഡ്സ് വരുമ്പോൾ പെട്ടെന്ന് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഡോർസൽ സർഫേസിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് ആന്ത്രീഡിയും ആർക്കിഗോണിയും. ഓക്കെ, ആന്ത്രീഡിയ ആൻഡ് ആർക്കിഗോണിയ റിമെയിൻ എൻക്ലോസ് വിത്തിൻ ആന്ത്രീഡിയൻ ആർക്കിഗോണിയ ചേമ്പേഴ്സ് ഓൾറെഡി പറഞ്ഞു. ആൻഡ് ഡോർസൽ സർഫേസിലാണ് അത് കണ്ടുവരുന്നത്. അത് സെയിം പോയിന്റ് റിപ്പീറ്റ് ചെയ്ത് വന്നത് കാര്യമാക്കണ്ട. ജസ്റ്റ് ആ പോയിന്റിന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സെക്കൻഡ് പോയിന്റ് വന്നേ ഉള്ളൂ. ജസ്റ്റ് ഇത്രയും ആലോചിച്ച് വെക്കുക. എന്താണ്? അത് ഡോർസൽ സർഫേസിലുള്ളതാണ്. പിന്നെ അത് ആർക്കിഗോണിയൽ ചേമ്പേഴ്സിലും ആന്ത്രീഡിയൽ ചേമ്പേഴ്സിലുള്ളത്. അത് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ള കാരണം കൂടി ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആന്ത്രീഡിയത്തിനെ പറ്റി നോക്കാം. നമ്മൾ ഓരോ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ പറ്റി നോക്കാം. ഒന്ന് ആന്ത്രീഡിയത്തെ പറ്റിയിട്ട് ആദ്യം, പിന്നെ നമ്മൾ ആർക്കിഗോണിയത്തെ പറ്റി പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ആന്ത്രീഡിയം നോക്കിക്കഴിഞ്ഞാൽ ദ ഡെവലപ്മെന്റ് ഓഫ് ആന്ത്രീഡിയം സ്റ്റാർട്ട്സ് ഫ്രം എ സൂപ്പർഫിഷ്യൽ ആന്ത്രീഡിയൽ സെൽ. എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം, ഒറ്റ സെല്ലിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഏതിൻ്റെയും ബയോളജിക്കൽ ഓർഗാനിസത്തിൻ്റെ കേസിൽ നമ്മൾ ആദ്യം ഒരു സെല്ലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർഫിഷ്യൽ ആന്ത്രീഡിയൽ സെല്ല് ഇതിലുണ്ടാവും, നമ്മൾ ഈ റിക്സിയയിൽ ഉണ്ടാവും. അതാണ് പിന്നെ ഇത് ഡെവലപ്പ് ചെയ്തിട്ട് ആന്ത്രീഡിയം ആയിട്ട് മാറുക. ഓക്കെ, അതെവിടെ ആയിരിക്കും? ഒബ്വിയസ്ലി ഡോർസൽ സർഫേസ് ഓഫ് ദ താലസ്. ഓക്കെ, എന്തായാലും കാരണം ഡോർസൽ സർഫേസിലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പം ഡോർസൽ സർഫേസിലുള്ള ഒരു സെല്ലാണ് ഇത് ആന്ത്രീഡിയൽ ഇനീഷ്യൽ ആയിട്ട് മാറിയിട്ട് അത് ആന്ത്രീഡിയം ആയിട്ട് മാറുക. ഓക്കെ, ദ ആന്ത്രീഡിയൽ ഇനീഷ്യൽ, അതായത് ആന്ത്രീഡിയൽ ഇനീഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ആന്ത്രീഡിയമായിട്ട് മാറാൻ കപ്പാസിറ്റി ഉള്ള സെല്ല് നമ്മൾ, അല്ലെങ്കിൽ ആ സെല്ല് ഏത് സെല്ലാണോ ആന്ത്രീഡിയമായിട്ട് മാറുക അതിൻ്റെ ഫസ്റ്റ് സെല്ലിനാണോ എന്ന് പറയാം ആന്ത്രീഡിയൽ ഇനീഷ്യൽ എന്ന് പറയാം. ഓക്കെ, എൻലാർജസ് ഇൻ സൈസ്. അതാദ്യം എന്താണ്? സെല്ല് ഡിവിഷന് മുന്നേ സെൽ എൻലാർജ് ചെയ്യും. ഇത് നിങ്ങൾ സെൽ ഡിവിഷൻ എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ബേസിക്സ് അറിയാൻ മനസ്സിലാവും. ആദ്യം എന്ത് ചെയ്യും? ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പറ്റണം? ആദ്യം
ഇതിലുള്ള സെൽ ഓർഗനൽസും കണ്ടന്റ്സും ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്താ സെല്ലൊന്ന് എൻലാർജ് ആവും. അതിനുശേഷം മാത്രമാണ് എന്ത് പറ്റുക, ഇത് ഡിവിഷനിലേക്ക് പോവുക. അപ്പോൾ ആദ്യം സെല്ല് ഡിവിഷൻ നടക്കുന്നതിന് മുന്നേ എൻലാർജ് ചെയ്യും, പിന്നെ ഞാൻ ഡിവിഷൻ ചെയ്ത് സൈസ് കുറഞ്ഞു വരിക. ഓക്കെ, അപ്പോൾ സെൽ എൻലാർജ് ചെയ്യും, ബിക്കെയിംസ് പാപ്പിലേറ്റ് ആൻഡ് ഡിവൈഡ്സ് ഫസ്റ്റ് ബൈ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ ടു ഫോം ആൻ അപ്പർ സെൽ ആൻഡ് ലോവർ ബേസൽ സെൽ. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിൻ്റെ ആന്ത്രൈഡിയൽ ഇനീഷ്യൽ കൊടുത്തിട്ടുണ്ട്, അത് ഡിവിഷൻ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഒരു ഔട്ടർ സെല്ലും ഒരു താഴത്തെ ബേസൽ സെല്ലും ഇവിടെ ആവുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി എന്താ നോക്കാം. ബേസൽ സെൽ റിമെയിൻസ് എംബെഡഡ് ഇൻ ദ ടിഷ്യൂ ഓഫ് ദ താലസ് ആൻഡ് അണ്ടർഗോസ് ഓൺലി എ ലിറ്റിൽ ഫർദർ ഡെവലപ്മെന്റ്. എന്താണ് ഈ ബേസൽ സെൽ ആ താലസിലായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഉണ്ടാവും, അതിൽ വലിയ ഡെവലപ്മെന്റ്സ് ഉണ്ടാവില്ല, ചിലപ്പോൾ 1-2 സെൽ ഡിവിഷൻ നടന്നാൽ ആയി എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കാരണം അത് സ്റ്റോക്ക് ഫോം ചെയ്യാനുള്ള ആന്ത്രൈഡത്തിന്റെ സ്റ്റോക്ക് ഫോം ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ആയിരിക്കുള്ളത് ഈ ബേസൽ സെല്ലിനുള്ളത്. ഓക്കെ, ആൻഡ് ഫോംസ് എംബെഡഡ് ഇൻ ദ പോർഷൻ ആൻഡ് ഫോം ആന്ത്രൈഡിയൽ സ്റ്റോക്ക്. ഞാൻ പറഞ്ഞില്ലേ, അത് ബേസൽ സെൽ എന്തായിരിക്കും ഒബ്വിയസ്ലി ആ ആന്ത്രൈഡിയൽ സ്റ്റോക്ക് ഫോം ചെയ്യുന്ന ഫംഗ്ഷൻ. അപ്പോൾ അധികം ഡിവിഷന്റെ ആവശ്യം അതിനില്ല. ഓക്കെ, ഔട്ടർ സെല്ലാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ. കാരണം എന്തുകൊണ്ടാണ് ഈ ഔട്ടർ സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് ആന്ത്രൈഡിയ നമ്മളെ ആന്ത്രൈഡിയ ഫുള്ളായി ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ അകത്താണ് ആന്ത്രോസൂവാച്ച് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കാര്യമായിട്ടുള്ള ഡിവിഷൻ നടക്കാനുള്ള ആൾ ഈ ഔട്ടർ സെല്ലാണ്. ഓക്കെ, ഔട്ടർ സെൽ ഡിവൈഡ്സ് ബൈ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ ടു ഫോം എ ഫിലമെന്റ് ഓഫ് 4 സെൽസ്. ആദ്യം ഒരു ഫിലമെന്റ് ഓഫ് 4 സെൽസ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞതാ 4 സെല്ലുള്ളൊരു ഫിലമെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഈ അപ്പർ സെൽസ്. ഓക്കെ, പിന്നെ upper 2 cells of 4 cell filaments are known as primary antheridial cell. ഈ അപ്പർ സെൽ ഈ പിന്നെ 4 സെല്ലായിട്ടുള്ള ഫിലമെന്റിന്റെ ആദ്യത്തെ മേലെയുള്ള 2 സെൽസ് എന്താ വിളിക്കുക, അതിനെ പ്രൈമറി ആന്ത്രൈഡിയൽ സെൽസ് എന്ന് പറയും. ലോവർ 2 cells are known as primary stalk cells. അപ്പോൾ ബേസൽ സെൽസിന്റെ കൂടെ എന്തുകൊണ്ട് വരുന്നുണ്ട്, ഈ ഔട്ടർ സെല്ലിന്റെ നമ്മൾ ആദ്യം ഔട്ടർ സെൽ ഡിവൈഡ് ചെയ്ത് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്ന 4 സെല്ലുകൾ ഫിലമെന്റായി മാറി പറഞ്ഞു. ആ 4 സെല്ലുള്ള ഫിലമെന്റിന്റെ ജസ്റ്റ് ഒരു റഫ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ 4 സെല്ലുണ്ട്. ഈ ആദ്യത്തെ മേലിൽ 2 സെല്ല് പ്രൈമറി ആന്ത്രൈഡിയൽ സെല്ലും പിന്നത്തെ 2 സെൽസ് എന്തായി മാറി, ഏതാണ് പ്രൈമറി സ്റ്റോക്ക് സെല്ലും മാറി. അതിന്റെ കൂടെ തന്നെ വേറെ ആളും കൂടി ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബേസൽ സെല്ലും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റോക്ക് സെൽ ആവാൻ വേണ്ടിയിട്ട് ബേസൽ സെൽസ് മാത്രമല്ല ഈ ഔട്ടർ സെല്ലിന്റെ ഒരു പോർഷനും കൂടി ഇൻവോൾവ് ആവുന്നുണ്ടെന്നും കൂടി ഓർത്തു വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഓർത്തു വെക്കാം. ഓക്കെ, പ്രൈമറി സ്റ്റോക്ക് സെൽസ് ഫ്രോം ദി സ്റ്റോക്സ് ഓഫ് ദി ആന്ത്രൈഡിയം. പറഞ്ഞല്ലോ, പ്രൈമറി സ്റ്റോക്ക് സെൽ എന്തായാലും സ്റ്റോക്ക് സെല്ലിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഈ സ്റ്റോക്ക് സെല്ലിന് കോൺട്രിബ്യൂഷൻ ഇതൊരു മാത്രമല്ല ബേസൽ സെല്ലും കൂടി ഉണ്ടെന്നും കൂടി ഓർത്തു വെക്കണം കേട്ടോ. പ്രൈമറി ആന്ത്രൈഡിയൽ സെൽ ഡിവൈഡ് ബൈ 2 successive vertical division at right angle to each other to form 2 tiers of 4 cells each. ഈ പ്രൈമറി ആന്ത്രൈഡിയൽ സെൽ പിന്നെ എന്താണ് ഒരു സക്സസീവ് 2 ഡിവിഷൻ കൂടെ നടന്നു കഴിഞ്ഞിട്ട് എന്താകുന്നുണ്ട്, ഒരു ക്ലസ്റ്റർ ഓഫ് 2 ടിയർ ആയിട്ടുള്ള 4 സെൽസും കൂടി ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറി ആൻഡ്രോഗോണൽ സെൽസ് ഇവിടെ ഡിവിഷൻ നടന്നു കഴിഞ്ഞിട്ട് ഫോം ചെയ്യുന്നത് കാണാം. ഓക്കെ, ഇവിടെ കണ്ടോ 4 സെൽസ് ആയിട്ട് കണ്ടോ, നമ്മൾ ഓൾറെഡി ഈ 2 സെൽസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്, ഞാൻ വരക്കുന്നത് കാണുന്നുണ്ടോ എന്നറിയില്ല, ഈ മേലെയുള്ള 2 സെൽസാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, വെർട്ടിക്കൽ ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ 2 ടിയറിലെ 4 സെൽസ്, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് വെർട്ടിക്കൽ ഡിവിഷൻ നടന്നു, നേരത്തെ 2 ഫിലമെന്റ് ഉണ്ടായിരുന്നു, 2 സെൽസ് ഉണ്ടായിരുന്നു, വെർട്ടിക്കൽ ആവുമ്പോൾ നേരെ താഴെ മുറിച്ചു, എന്തായി 4 സെൽസ് ആയിട്ട് മാറി, മേലെ 2 താഴെ 2. അതാണ് 2 ടിയേഴ്സ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആന്ത്രൈഡിയത്തിന്റെ ബാക്കി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജാക്കറ്റ് ഇനീഷ്യൽ, ഇതിന് കവറിങ് വേണം. വെറുതെ ആന്ത്രൈഡ് ഉണ്ടായ പോലെ അതിന് പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ട്, അതിന് ജാക്കറ്റ് സെൽസ് എന്ന് പറയും. ഈ ആന്ത്രൈഡിയത്തിന്റെ പ്രൊട്ടക്റ്റീവ് ആയിട്ട് കവറിങ് ആയിട്ട് വരുന്ന റീജിയൻ നമ്മൾ ജാക്കറ്റ് സെൽസ് എന്ന് പറയും. ഓക്കെ, അപ്പം ജാക്കറ്റ് ഇനീഷ്യൽസ് ഡിവൈഡ് by several anticlinal division to form a single layer of antheridial jacket. Okay, ഒരു നമ്മൾ ജാക്കറ്റ് ഇനീഷ്യൽ ഡിവൈഡ് ചെയ്തിട്ടാണ് ആന്റിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജാക്കറ്റ് ലെയർ അല്ലെങ്കിൽ ജാക്കറ്റ് സെൽസിന്റെ ഒരു ലെയർ ഫോം ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പ്രൈമറി ആൻഡ്രോഗോണിയൽ സെൽസ് ഡിവൈഡ് ബൈ സെവറൽ repeated transverse and vertical division resulting in the formation of large number of small cubical androgonial cells. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് നമ്മൾ 4 സെൽസ് ആയിട്ട് ഇവിടെ ഈ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ 4 ഇതിൽ പിന്നെയും ട്രാൻസ്വേഴ്സും ട്രാൻസ്വേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ, വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ വീണ്ടും പല ഡിവിഷൻ ആയി കഴിഞ്ഞിട്ടാണ് ഏത് രീതിയിൽ ഈ കാണുന്ന പോലെയുള്ള പല നമ്പറിലുള്ള ഒരു ലാർജ് നമ്പർ ഓഫ് ആൻഡ്രോഗോണിയൽ സെൽസ് അല്ലെങ്കിൽ ആൻഡ്രോ സൂവോയിഡ്സ് ആവാൻ സാധ്യതയുള്ള സെൽസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ ഇങ്ങനെ,
വെർട്ടിക്കൽ ഡിവിഷൻ്റെ. അപ്പോൾ നമ്മൾ ഒരു സാധനത്തിന് കുറേ കഷ്ണങ്ങളാക്കണം ഇങ്ങനെയല്ലേ, ഒരു കേക്കൊക്കെ മുറിക്കും നമ്മൾ കുറേ കഷ്ണങ്ങളാക്കിയിട്ട് ആദ്യം ട്രാൻസ്ഫർ ഡിവിഷൻ, പിന്നെ കുറേ വെർട്ടിക്കൽ ഡിവിഷൻ, വീണ്ടും കുറേ ട്രാൻസ്ഫർ ഡിവിഷൻ ആക്കിയിട്ട് ചെയ്യാം. സെയിം മെത്തേഡാണ് ആര് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള റിക്സിൻ്റെ അകത്തുള്ള നമ്മളെ ആന്ത്രീഡിയത്തിലുള്ള ആൻഡ്രോഗോണൽ സെൽസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ നമ്മൾ ആന്ത്രോസൂവോയിഡ്സ് ആയി മാറുന്നത്. പിന്നെ സ്പെർമാറ്റോജെനിസിസ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇനി ജസ്റ്റ് ഒരു കുറേ സെൽസ് ആയി മാറിയേ ഉള്ളൂ. ഇനി ഇതിനെ ആൻഡ്രോസൂവോയിഡ്സ് ആയി മാറണം, ഫ്ലജെല്ല വരണം, അത് മോട്ടിലിറ്റി വരണം, അത് പ്രോപ്പറായിട്ട് ഒരു മോർഫോളജി വൈസ് ആൻഡ്രോസൂവോയിഡ്സ് ആയിട്ട് മാറണം. അതാണ് നമ്മൾ സ്പെർമാറ്റോജെനിസിസ് എന്നുള്ള ടോപ്പിക്കിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ദ പ്രോസസ് ഓഫ് മെറ്റാമോർഫോസിസ് ഓഫ് ആൻഡ്രോസൈറ്റ് മദർ സെൽ. ഇപ്പോൾ ആര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ആൻഡ്രോസൈറ്റ് മദർ സെൽസ് മാത്രമേ ആ കുറേ ഡിവിഷൻ നടത്തി ഉണ്ടായിട്ടുള്ളൂ. ഇനി അതിന് മെറ്റമോർഫോസിസ് നടക്കണം, മോർഫോളജി വ്യത്യാസം വന്നിട്ട് അത് ആൻഡ്രോസൂവോയിഡ്സ് ആയി മാറണം. അതിനെയാണ് നമ്മൾ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയാം, അത് ആൻഡ്രോസൂവോയിഡ്സ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ, each androcyte mother cell divides by a diagonal mitoid division to form two triangular cells called androcytes. ഇത് ഒറ്റ സെല്ലായിരുന്നു, അതിൻ്റെ ഡയഗണൽ സെല്ല് നടന്നു കഴിഞ്ഞിട്ട് എന്ത് വരുന്നു, രണ്ട് സെൽസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അതിനാണ് ആൻഡ്രോസൈറ്റ്സ് എന്ന് പറയാം. ബോത്ത് ആൻഡ്രോസൈറ്റ് റിമെയിൻ എൻക്ലോസ് ഇൻ ദ വാൾ ഓഫ് ആൻഡ്രോസൈറ്റ് മദർ സെൽ വിത്ത് വൺ സെപ്പറേറ്റ് വാൾ. അതൊരു കോമൺ വാളിൽ എൻക്ലോസ് ആയിട്ട് ഉണ്ടാവാം. ഓക്കെ, ഈച്ച് ആൻഡ്രോസൈറ്റ് ഹാസ് എ പ്രോമിനന്റ് ന്യൂക്ലിയസ്. ഓരോ ആൻഡ്രോസൈറ്റിനും കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള പ്രോമിനന്റ് ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് സ്മോൾ എക്സ്ട്രാ ന്യൂക്ലിയർ ഗ്രാനുലർ കോൾ ബ്ലിഫാരോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറും കൂടി ആയിരിക്കുന്നുണ്ട്. ബ്ലിഫാരോപ്ലാസ്റ്റ് എന്ന സ്ട്രക്ചറും കൂടി ആയിരിക്കുന്നുണ്ട് ആൻഡ്രോസൈറ്റിനുണ്ട്. ടു ലാർജ് ഫ്ലജെല്ല ഡെവലപ്പ് ഫ്രം ദി കോൺസ്പിക്വസ്ലി തിക്കൻഡ് എൻഡ് ഓഫ് ബ്ലിഫാരോപ്ലാസ്റ്റ്. ഈ ബ്ലിഫാരോപ്ലാസ്റ്റിന്റെ തിക്കൻഡ് ആയിട്ടുള്ള എൻഡിൽ നിന്നാണ് ഫ്ലജെല്ല ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നത് ബ്ലിഫാരോപ്ലാസ്റ്റ് എന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു ആർക്ലി സ്റ്റെയിൻ ലൈൻ സ്പോട്ട്, ആ ഭാഗത്ത് നിന്നാണ് എന്ത് ചെയ്തത്, ഫ്ലജെല്ല ഡെവലപ്പ് ചെയ്യുന്നത്. അത്രയും ഓർത്ത് വെക്കുക, ബ്ലിഫാരോപ്ലാസ്റ്റിന്റെ ഏത് ഭാഗത്താണ്, ആ ഭാഗത്ത് നിന്നുള്ളതാണ് ഫ്ലജെല്ല ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലജെല്ലിന്റെ പൊസിഷൻ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ബ്ലിഫാരോപ്ലാസ്റ്റിന്റെ കാര്യമായിട്ട് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ആൻഡ്രോസൈറ്റ് മദർ സെൽ ഡിവൈഡ് ചെയ്യുന്നത്, ഡയഗണൽ ഡിവൈഡ് ചെയ്യുന്നു. ഡയഗ്രാം കൊടുത്തിട്ട് ഡയഗണൽ ഡിവൈഡ് ചെയ്ത് രണ്ട് സെൽസായി മാറുന്നു. പിന്നെ അതിന്റെ ബ്ലിഫാരോപ്ലാസ്റ്റ് ആർക്ലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്, അതിൻ്റെ അടുത്ത് നിന്നാണ് ഫ്ലജെല്ല ഉണ്ടാവുന്നത് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ അതൊക്കെ ഡിവിഷൻ നടന്നത് അത്രയും നിങ്ങൾ അത്രമാത്രം ഓർത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഈ ആൻഡ്രോസൈറ്റ് മദർ സെല്ലിൽ നിന്നും എന്തായി മാറുന്നുണ്ട്, ഈ പിന്നെ നമ്മൾ ആൻഡ്രോസൂവോയിഡ്സായി മാറുന്നത് മാത്രം ഓർത്ത് വെക്കാം. ഡയഗണൽ ഡിവിഷൻ ഓർത്ത് വെച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ആൻസർ ഷീറ്റിൽ എസ് എഴുതുമ്പോൾ ഇത്ര മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അറ്റ്ലീസ്റ്റ് അത് ഓർത്ത് വെച്ചാൽ നല്ലത്, ഡയഗണൽ ഡിവിഷൻ നടക്കുന്നതെന്ന് ഓർത്ത് വെച്ചാൽ നല്ലത്, ഇല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇനി ആർക്കിഗോണിയം നോക്കിക്കഴിഞ്ഞാൽ ദ ഡെവലപ്മെന്റ് ഓഫ് ആർക്കിഗോണിയം സ്റ്റാർട്ട്സ് ഓൺ ദി ഡോർസൽ സർഫേസ് ഓഫ് ദ തലസ്. അല്ലേ, ഡോർസൽ സർഫേസ് എന്നല്ലേ നമ്മൾ എന്തായാലും പറഞ്ഞിട്ടുണ്ട്, ഡോർസൽ സർഫേസ് രണ്ടും ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോർസൽ സർഫേസ് എന്താ സ്റ്റാർട്ട് ചെയ്യുക, അതിൽ സംശയമില്ല. ഫ്രം എ സിംഗിൾ സൂപ്പർഫിഷ്യൽ സെൽ, ഒറ്റൊരു സിംഗിൾ സെൽ സ്റ്റാർട്ട് ചെയ്യുക. എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു സിംഗിൾ സെൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ആന്ത്രേഡിയം സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെയാണ് ആർക്കിഗോണിയം അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ആക്ട് ആസ് എൻ ആർക്കിഗോണിയൽ ഇനീഷ്യൽ, ഒരു ആർക്കിഗോണിയൽ ഇനീഷ്യലായിട്ട് ആക്ട് ചെയ്യും. മറ്റേ എന്തായിരുന്നു, ആന്തരീഡിയൽ ഇനീഷ്യൽ ആയിരുന്നു, ഇവിടെ ആർക്കിഗോണിയൽ ഇനീഷ്യൽ ആയിരുന്നു. ഓക്കെ, this initial enlarges become papillate and first divide transversely to form basal cell and outer cell. സെയിം ആന്ത്രേഡിയത്തിന്റെ കേസിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ ആദ്യം ഡിവിഷന് മുന്നേ ഡിവിഷൻ എൻലാർജ് ചെയ്യുന്നു, ഡിവിഷൻ നടക്കുന്നു, ഒരു ഔട്ടർ സെല്ലും ഉണ്ടാവുന്നു, ഒരു ബേസൽ സെല്ലും ഉണ്ടാവുന്നു. ഓക്കെ, ഒരു സെൽ ഉണ്ടായിരുന്നു, ആ ഡിവിഷൻ നടന്ന് ട്രാൻസ്ഫർ ഡിവിഷൻ നടന്നിട്ട് ഒരു ഔട്ടർ സെല്ലും ഒരു ബേസൽ സെല്ലും ഉണ്ടാവുന്നു. Okay, there is no further division in the case of basal cell and it forms the embedded portion of the archegonium. നേരത്തെ ആന്ത്രേഡിയത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു എംബഡഡ് പോർഷൻ ആണ്. നമ്മൾ ആന്ത്രേഡിയത്തിന്റെ എംബഡഡ് പോർഷൻ ഉണ്ടാകുന്നത് പോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ബേസൽ സെല്ല് ആർക്കിഗോണിയത്തിന്റെ ഒരു എംബഡഡ് പോർഷൻ ആയിട്ട് മാറുന്നു. ഓക്കെ, ദി എൻറ്റയർ ആർക്കിഗോണിയം ഡെവലപ്സ് ഫ്രം ദി ഔട്ടർ സെൽ. ഈ ഔട്ടർ സെല്ലാണ് ആർക്കിഗോണിയത്തിന്റെ ആ ഫ്ലാസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് മാറുന്നത്. ഓക്കെ, എത്ര ജാക്കറ്റ് സെൽ ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് നോക്കണേ. 6 ജാക്കറ്റ് സെൽ ഇനീഷ്യൽസ് ഡിവൈഡ് ട്രാൻസ്ഫേഴ്സ്ലി ഇൻ ടു അപ്പർ നെക്ക് ഇനീഷ്യൽസ് ടിയർ ആൻഡ് ലോവർ വെൻറ്റർ ഇനീഷ്യൽ ടിയർ. അതായത് 6 ജാക്കറ്റ് ഇനീഷ്യൽസ് ഉണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്, അപ്പർ നെക്ക് ഇനീഷ്യലും താഴെ വെൻറ്റർ ഇനീഷ്യലായിട്ട് ഡിവിഷൻ നടക്കുന്നത്, ട്രാൻസ്ഫർ ഡിവിഷൻ നടന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ആയിട്ടുള്ള ആർക്കിഗോണിയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. മേലത്തെ ഭാഗത്ത് എന്ത് പറയും, നെക്ക് എന്ന് പറയുന്നു, താഴത്തെ ഭാഗത്ത് എന്ന് പറയുന്നു വെൻറ്റർ എന്ന് പറയുന്നു. അപ്പോൾ ആ നെക്ക് ഉണ്ടാവുന്ന സെൽസിന് നെക്ക് ഇനീഷ്യൽ, വെൻറ്റർ ഉണ്ടാവുന്ന ഭാഗത്തിന് വെൻറ്റർ ഇനീഷ്യൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് എവിടെ നിന്നുണ്ടാകുന്നത്, ഈ 6 ജാക്കറ്റ് ഇനീഷ്യൽസ് നിന്നാണ് എന്തുണ്ടാകുന്നത്, ഈ പറഞ്ഞിട്ടുള്ള നെക്ക് ഇനീഷ്യലും വെൻറ്റർ ഇനീഷ്യലും ഉണ്ടാകുന്നത്. ഓക്കെ,
Neck tier divides by repeated transverse division to form a tube like neck. അതായത് neck initial divided neck cells ആയിട്ട് മാറുന്നു. Neck of the archegonium consists of 6 vertical rows and each row contains 6 to 9 cells. 6 vertical rows ഉണ്ട്. അത് ഓരോ റോസിൽ നിന്ന് 6 to 9 cells കാണാറുണ്ട്. ഓക്കെ, വെൻഡർ ഇനീഷ്യൽ ഡിവൈഡ് വെൻഡർ ആവുന്നു, റിപ്പീറ്റഡ് ട്രാൻസ്ഫർ ഡിവിഷൻ തന്നെയാണ്, ആൻഡ് ഫോംസ് എ സിംഗിൾ ലെയർ ഓഫ് സ്വോളൻ വെൻഡർ. സിംഗിൾ ലെയർ ആയിട്ടുള്ള ഇവിടെ നമ്മൾ വെൻഡർ സെൽസ് വരച്ചു കഴിഞ്ഞാൽ, വെൻഡർ റീജിയൻ വരച്ചു കഴിഞ്ഞാൽ സിംഗിൾ ലെയറിൽ എന്തുള്ള വെൻഡർ സെൽസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ മെച്ചുർ ആർക്കിഗോൺ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ. ഇറ്റ് റിമെയിൻസ് അറ്റാച്ച്ഡ് ടു ദ താലസ് ബൈ എ ഷോർട്ട് സ്റ്റോക്ക്. ശരിയാണല്ലോ, അത് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഷോർട്ട് സ്റ്റോക്ക് വേണ്ടേ, അതിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ബേസൽ സെൽസ് ആണ്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ അപ്പർ ഇലോങ്ങേറ്റഡ് സ്ലെൻഡർ നെക്ക് ആൻഡ് എ ബേസർ ഗ്ലോബുലർ പോർഷൻ കോൾഡ് വെൻറ്റർ. അപ്പോൾ വെൻറ്റർ ഉണ്ട്, നെക്ക് ഉണ്ട്, താഴെ ബേസൽ സെല്ല് അതിന് അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ അതിൻ്റെ ഡെവലപ്മെന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആർക്കിഗോണിൽ ഇനീഷ്യൽ ഉണ്ട്, ഒരു ഔട്ടർ സെൽ, പിന്നെ അത് ട്രാൻസ്ഫർ ഡിവിഷൻ നടത്തുന്ന ഔട്ടർ സെൽ ബേസൽ സെല്ലായിട്ട് മാറുന്നു. പിന്നെന്താണ്, പിന്നെ ആ ഔട്ടർ സെല്ലിൽ ഡിവിഷൻ നടന്നു കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള നെക്ക് സെൽസും ഈ 6 ജാക്കറ്റ് സെൽ ഇനീഷ്യൽസ്, 6 ജാക്കറ്റ് സെൽ ഇനീഷ്യൽസ് എന്നാണ് എന്തുണ്ടാകുന്നത്, നെക്ക് ഇനീഷ്യലും വെൻഡർ ഇനീഷ്യലും ഉണ്ടാകുന്നത്. നെക്ക് ഇനീഷ്യലിൽ എത്ര നമ്മൾ നെക്ക് സെൽസ് എത്ര റോസ് ഉണ്ടെന്ന് പറഞ്ഞു, അതിലെത്ര സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു സിംഗിൾ ലെയർ ഓഫ് വെൻഡർ ഉണ്ടാകുന്നത് ഇവിടുന്ന് വെൻഡർ ഇനീഷ്യൽസ്. അത് കഴിഞ്ഞ് ഫ്ലാസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു പക്ക ഫൈനൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മളെ ഒരു ആർക്കിഗോണി ഉണ്ടാകുന്നു എന്നുള്ള കാര്യം നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഫെർട്ടിലൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് വേണം, ഫെർട്ടിലൈസേഷൻ നോക്കിക്കഴിഞ്ഞു എന്ത് വേണം, വാട്ടർ ഈസ് വെരി എസെൻഷ്യൽ ഫോർ ഫെർട്ടിലൈസേഷൻ. കാരണം ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നറിയപ്പെടുന്ന ആൾക്കാരും ബ്രയോഫൈറ്റ്സ് വെള്ളം ആവശ്യമാണ്. ഓക്കെ, മെനി ആന്ത്രോസോയിഡ്സ് എൻ്റർ ദി ആർക്കിഗോണിയൽ നെക്ക്. ആ ഈ പറഞ്ഞിട്ടുള്ള നെക്കിലേക്ക് ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആന്ത്രോസോയിഡ്സ് വന്നിട്ട് ഈ ഭാഗത്തേക്കാണ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുക. വെള്ളത്തിൻ്റെ സഹായത്തോടു കൂടി ആന്ത്രോസോയിഡ്സ് ഫ്ലജല്ല വെച്ചിട്ട് ബൈ ഫ്ലജലേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വിം ചെയ്ത് വരുന്നു, നമ്മളെ നെക്ക് സെല്ലിൻ്റെ അടുത്തേക്ക് വരുന്നു, നെക്ക് സെല്ലിൽ നിന്ന് അത് ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നു, ആർക്കിഗോണിയത്തിലേക്ക് എൻ്റർ ചെയ്തിട്ട് മറ്റേ വെൻഡറിലുള്ള എഗ് സെല്ലുമായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഓക്കെ, അത് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ കീമോടാക്റ്റിക് റെസ്പോൺസ് ആണ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ആർക്കിഗോണിയൽ പ്രത്യേക കെമിക്കൽസ് റിലീസ് ചെയ്യുന്നുണ്ട്. ആ കെമിക്കൽസിന് അട്രാക്റ്റഡ് ആയിട്ടാണ് ആര് വരുന്നത്, ആന്ത്രോസോയിഡ്സ്. അല്ലെങ്കിൽ എങ്ങോട്ടാ പോകേണ്ട മനസ്സിലാവില്ല. വെള്ളത്തിൽ അത് കൃത്യമായി ഡിന്ന ഡയറക്ഷനിലേക്ക് പോകാനുള്ള കാരണം ആർക്കിഗോണിയൽ പ്രത്യേക കെമിക്കൽസ് വരുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. അതോട് അട്രാക്റ്റ് ആയിട്ടാണ് ആര് വരുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ആന്ത്രോസോയിഡ്സ് വരുന്നത്. ഓക്കെ, ആൻഡ് റീച്ച് അപ് ടു എഗ്. വൺ ഓഫ് ദി ആന്ത്രോസോയിഡ്സ് പെനിട്രേറ്റ് ദി എഗ് ആൻഡ് ഫെർട്ടിലൈസേഷൻ ഇസ് എഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കഥ എവിടെ എത്തി, നമ്മൾ ആന്ത്രോസോയിഡ്സ് ഉണ്ടായി, ആർക്കിഗോണിയം ഉണ്ടായി, ആന്ത്രോസോയിഡ്സ് റിലീസ് ചെയ്യുന്നു, റിലീസ് ചെയ്തിട്ട് ഫൈനലി അത് കീമോടാക്റ്റിക് അട്രാക്ഷൻ എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. കീമോടാക്റ്റിക് റെസ്പോൺസ് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആര് റിലീസ് ചെയ്യുന്നതാണ്, ഈ കെമിക്കൽസ് നമ്മളെ ആർക്കിഗോണിയം റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ സഹായത്തോടു കൂടി ഇത് അട്രാക്റ്റഡ് ആയിട്ട് നമ്മളെ ആന്ത്രോസോയിഡ് സ്വിം ചെയ്ത് വരുന്നു, ആൻഡ് ദെർ ഈസ് എ നെക്ക് സെൽസ്. പിന്നെ അത് വെൻഡറിലുള്ള എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് സൈഗോട്ട് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ് നമുക്ക് ചെയ്യാം. റീപ്രൊഡക്ഷൻ്റെ കേസിൽ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ കാര്യമായിട്ട് നോക്കി. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്. വെജിറ്റേറിയൻ റീപ്രൊഡക്ഷനിൽ 5 മെത്തേഡ്സ് നോക്കിയിട്ടുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിലുള്ള ഇത് വെജിറ്റേറ്റീവ് കുറച്ചുള്ളതും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ട്രിക്സ് ചെയ്യാൻ അങ്ങനെ വേണമെങ്കിൽ മെസ്സേജ് ചോദിക്കാം. ഓക്കെ, അപ്പം ആ 5 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് ഓർത്ത് വെക്കുക. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ ഊഗാമസ് ആണ്, ആന്ത്രിഡിയം ആർക്കിഗോണിയം എങ്ങനെ ഉണ്ടാകുന്നത്, അതിൽ ഏത് ഇനീഷ്യൽസ് ആണ് ഏതായിട്ട് മാറുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈനലി അതിൻ്റെ സ്ട്രക്ചർ, ആന്ത്രിഡിയം സ്ട്രക്ചർ സ്റ്റോക്ക് സെല്ലുണ്ട്, പിന്നെ അതിനൊരു ആന്ത്രിഡിയം എന്ന് പറഞ്ഞിട്ടുണ്ട്, ജാക്കറ്റ് സെൽസിൻ്റെ ഉള്ളിൽ ആന്ത്രോസോയിഡ്സ് മാറുന്ന കാര്യം പറഞ്ഞു, ഫ്രം ആന്ത്രോസൈറ്റ് മദർ സെൽസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർക്കിഗോണിയത്തിൻ്റെ കേസ് ഫ്ലാസ്ക് ഷേപ്ഡ് ആണ്, അത് എവിടെ നിന്ന് ഉണ്ടാകുന്നത്, ഏത് ഇനീഷ്യൽസ് ഉണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ട്. ആ ഫ്ലാസ്ക് ഷേപ്പ് സ്ട്രക്ചറിൽ നെക്ക് ഉണ്ട്, താഴെ വെൻഡർ ഉണ്ട്, വെൻഡറിലാണ് അതിലുള്ളത് എഗ് സെല്ലുള്ളത്. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ സമയത്ത് ആന്ത്രോസോയിഡ്സ് കീമോടാക്റ്റിക്കലി അട്രാക്റ്റഡ് ആയിട്ട് ആർക്കിഗോണിയത്തിനടുത്ത് വരുന്നു, നെക്ക് വഴി എൻ്റർ ചെയ്യുന്നു, എഗ്ഗുമായിട്ട് വെൻഡറിലുള്ള എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ട് ഉണ്ടാകുന്നു. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഏത് ക്ലാസ്സിൽ ഡീൽ ചെയ്യാം, തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.